ഹലോ മുത്തുമണികളെ. ചൂട് പനി വിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരം ചൂട്, ഒരു തരം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചൂട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ വരാം. മുകളിൽ വന്നപ്പോൾ മുകളിൽ അതിനേക്കാൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കഥയാണ് പറയാനുള്ളത്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. അപ്പം പണ്ട് ഒരാണ് ജീവിച്ചിരുന്നു. ആണായാലും പെണ്ണായാലും നമ്മൾ മാതാപിതാക്കൾ വളർത്തുന്നത് പോലെ ആയിരിക്കും അവർ വളർന്നു വരുന്നത് എന്ന് നമുക്കൊരു ചൊല്ലുണ്ട്. നമ്മൾ വളർത്തും പോലെ, അല്ലെങ്കിൽ നമ്മളുടെ കഷ്ടപ്പാട് കണ്ട് വളർന്നു വരുന്ന ആൺമക്കൾ നമ്മളെപ്പോലെ ആയിരിക്കും. അത് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നതിന് അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ ജീവിത സാഹചര്യം, അവൻ്റെ മാതാപിതാക്കളൊക്കെ വലിയ സ്വാധീനം ചെലുത്തും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരനെ തന്നെ എനിക്ക് എക്സാമ്പിൾ പറയാം. സ്വന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മേരെ മോനാണ് കേട്ടോ, എൻ്റെ കണ്ണാണ്ണൻ. എൻ്റെ കണ്ണാണ്ണൻ എന്ന് പറയുന്നത് അവൻ്റെ 12ാമത്തെ വയസ്സിലാണ് അവൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അവൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവൻ ജോലി ചെയ്ത് അവൻ്റെ അമ്മയെയും അവൻ്റെ പെങ്ങളെയും അവൻ നോക്കി. ഇതിൻ്റെ ഇടയിൽ എന്നെയും നോക്കും കേട്ടോ. ഞാനും അച്ഛനില്ലാത്ത ഒരു മോളാണ്, അവൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോടും അവൻ്റെ അനിയത്തിയോടുള്ള അതേ സ്നേഹം എന്നോടും ഉണ്ട്. മക്കളെ എന്നല്ലാതെ അവൻ എന്നെ വിളിക്കാറ് പോലുമില്ല. അവൻ്റെ അനിയത്തിനെ അവൻ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, എന്നെയും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ വാങ്ങിച്ചു തരും. തറയിലും തലയിലും വയ്ക്കാതെയാണ് ഞങ്ങളെ കൊണ്ടു നടന്നത്. എൻ്റെ കണ്ണണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അവനെ കുറിച്ച് ഞാനിവിടെ പറയാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരാം. അപ്പം 12ാമത്തെ വയസ്സിൽ ഇറങ്ങിപ്പോയി ചെയ്ത ജോലി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കൂടെ കല്ലും മണ്ണും ചുമക്കാനാണ് അവൻ പോയത്. ഈ കല്ലും മണ്ണും ചുമന്നിട്ട് അവൻ വെറുതെ ഇരുന്നില്ല. അവൻ 10ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ്സിൽ ഒരു തവണ തോറ്റ്, അതിനുശേഷം വീണ്ടും അവൻ ജോലി ചെയ്ത് നമ്മളവിടെ വിശ്വഭാരതി എന്ന് പറയുന്ന ട്യൂഷൻ സെൻ്ററാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്ത് വീണ്ടും അവൻ പോയി 10ാം ക്ലാസ് എഴുതി. 10ാം ക്ലാസ് എഴുതിയതിന് ശേഷം വീണ്ടും ചാക്കയിലാണ് ഐ ടിയുടെ കോളേജ് ഉള്ളത്. അവിടെ പോയി അവൻ പഠിച്ച് സ്വന്തമായിട്ട് ഒരാളെ പോലും ആശ്രയിച്ചിട്ടില്ല. 1 രൂപയ്ക്ക് അവൻ്റെ മാമന്മാർ അടുത്തുണ്ട്, അതായത് എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ ഒക്കെ അടുത്തുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പോലും അവൻ 1 രൂപ അവൻ വാങ്ങിച്ചിട്ടില്ല. അവൻ ഇങ്ങോട്ട് തരും, എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു തരും. അതുപോലെ അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നോക്കും. വാടക വീടാണ് അവർക്ക്, അന്ന് വാടക വീടാണ്, വാടക കൊടുക്കും. എന്നിട്ട് അവൻ പഠിക്കും. അങ്ങനെ പഠിച്ച് അവനൊരു ഇലക്ട്രീഷ്യനായിട്ട് മാറി. ഇന്ന് നാഗർകോവിലിൽ അവൻ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യനാണ്. തനിയെ ജോലി ചെയ്ത് തനിയെ പഠിച്ച് വീട്ടിലെ കഷ്ടപ്പാട് സ്വയം മനസ്സിലാക്കി സ്വയം ജോലി ചെയ്ത് പഠിച്ച് വളർന്ന അവൻ ഇന്ന് അവൻ്റെ പെങ്ങളുടെ കല്യാണം വരെ നടത്തി. വീട് സ്വന്തമായിട്ട് വാങ്ങിച്ച്, അവനൊരു വീട് സ്വന്തമായിട്ട് വാങ്ങിച്ച്, അങ്ങനെ അത് കഴിഞ്ഞൊരു നമ്മളൊരു ബന്ധുവായിട്ടുള്ള ഒരു ആളുടെ മകളെയാണ് എൻ്റെ അണ്ണൻ കല്യാണം കഴിച്ചത്. അവർ ഇത്തിരി സാമ്പത്തികം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യനാണ് എൻ്റെ അണ്ണനെന്ന് പറയണത്. അപ്പം ഒരാൾ ജീവിക്കുന്നത് അവൻ്റെ ചുറ്റുപാടിനനുസരിച്ചിട്ട് സ്വയം നന്നാവണം എന്ന്. അവന് വേണമെങ്കിൽ എൻ്റെ അമ്മേനെ ആശ്രയിക്കാം, എൻ്റെ മാമന്മാരെ ആശ്രയിക്കാം, എൻ്റെ കുഞ്ഞമ്മേനെ ആശ്രയിക്കാം. ഒരാളെ ആശ്രയിക്കാതെ അവൻ അങ്ങനെ വളർന്ന് വലുതായി ഒരു ജോലിക്കാരനായി മാറി. ഇവിടെ ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് ഈ വിവാഹിതരായ സ്ത്രീകൾ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വിധവകളായ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് അവർക്ക് ജീവിക്കണം, ഈ പെണ്ണുങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അകത്ത് കൈയിട്ട് വാരി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിക്കാരനും മറ്റുള്ളവരുടെ അന്നം തിന്ന് ജീവിക്കാൻ കൊതിയുള്ള ഒരു സ്ത്രീയെയും കുറിച്ചാണ് ഞാൻ
കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാൻ അവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ത്രീ പബ്ലിക്കാക്കിയിട്ടുള്ള ഇയാളുടെ കാമുകിക്ക് ഇയാൾ അയച്ച ഒരു വോയിസ് എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. അതായത് ഇയാൾക്ക് ഇവിടെ നിന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ ആ ബസ്സിൻ്റെ കൂലി പോലും ആര് കൊടുക്കണം? ആ പെണ്ണ് കൊടുക്കണം. ആ പെണ്ണെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഭാര്യയാണ്. വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് കയറി ഭിന്നതയുണ്ടാക്കി ആ പെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോയവനാണ് ഇവൻ. ആ പെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ളത് ഇവക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എൻ്റെ അടുത്ത് നേരത്തെ ആ സ്ത്രീ സംസാരിച്ചിട്ടുള്ളതുമാണ്. അത് കഴിഞ്ഞ് ആ സ്ത്രീയോടൊപ്പം ഈ പുള്ളിക്കാരൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾ ആ പുള്ളിക്കാരനെ വിളിക്കുന്നത്. അവിടെ നിന്ന് അവൻ നോക്കിയപ്പം അതായത് ഈ സരിത എന്ന് പറയുന്ന പെണ്ണ് ഒരു വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് 3 മക്കളുണ്ട്. അവരുടെ മക്കൾക്കും കൊടുത്ത് ഇവനും തിന്നാൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വരുമാനമൊന്നും ആ പെണ്ണിനില്ല. അതിനേക്കാൾ വരുമാനമുള്ള മറ്റൊരു സ്ത്രീനെ ഇവൻ കണ്ടുപിടിച്ചു. അതാരെന്നറിയാമോ? ഇവളാണെങ്കിൽ എവിടെ ചെന്ന് തീർക്കട്ട് കാമമൊന്നും ചോദിച്ചും കൊണ്ട് നടക്കണ സമയത്താണ് ഇവനെ കോണ്ടാക്ട് ചെയ്യണതും. ഇവനാണെങ്കിൽ അങ്ങോട്ട് ചാഞ്ഞു. അവസാനം വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഇവനെ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഇവരൊരു പ്ലാന് തയ്യാറാക്കിയത് എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പൈസ മതി. വലിയ ഇങ്ങനെ 4 ആളറിയെ ജീവിച്ച് നല്ല കുടുംബമായിട്ട് ജീവിച്ച് അതൊന്നും ഇവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഈ പെണ്ണിനും ഈ കാമരമണിക്കും ഈ പുള്ളിക്കാരനും വലിയ അതിനൊന്നും ഒരു ആവശ്യമില്ല. പൈസ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊരു പ്ലാന് തയ്യാറാക്കുന്നത്. ശരി, ഓക്കെ, നീ ഇങ്ങനെ കുട്ടികളുടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നീ നാട്ടുകാരെ നിന്ന് പണം വാങ്ങിച്ചു, എനിക്ക് അത്യാവശ്യം എനിക്ക് കുടിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളത് നീ തന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവന് കൊട്ടേഷൻ പോവുകയാണ്. എന്തെന്ന്, എന്നെ എങ്ങനെയെങ്കിലും തീർത്ത് കെട്ടണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇവൻ വീട്ടിൽ വന്നത് നാട്ടുകാർ പിടിച്ചത്. ഇവരുടെ പ്ലാനാകെ അങ്ങനെ 1 വർഷത്തോളമായി ഇവളുടെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞ് നാട്ടുകാരെ നിന്ന് പിരിവെടുക്കും. ആ പിരിവ് ഇവന് കൊടുക്കും. ഇവൻ അതും കൊണ്ട് കുടിച്ചും പെടുത്തും ജീവിക്കും. യഥാർത്ഥത്തിൽ നല്ലൊരു ജോലിക്കാരനാണ് എങ്കിൽ ഒരാണിന് ഒരു ദിവസം 1000-1500 രൂപ ശമ്പളമുള്ള ഒരു നാടാണ് നമ്മളെ നാടെന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു 1500 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനമായേ. പക്ഷേ ഈ പുള്ളിക്കാരൻ അങ്ങനെയല്ല ചെയ്യണം. ഇതുപോലുള്ള ദരിദ്രരായ സ്ത്രീകളെ നോട്ടം ഇട്ട് വയ്ക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കൊണ്ടുപോയി കുടിക്കുകയും പെണ്ണു കുടിക്കുകയും ചെയ്യുന്ന ഒരു അലവലാതിയാണ് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരെ പിടിക്കണം. അപ്പോൾ ഇവരെ പ്ലാൻ തെറ്റിപ്പോയി. ഇവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പിടിക്കും എന്നുള്ളത്. സ്വപ്നത്തിൽ ഇവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ നിൽക്കക്കള്ളിയില്ല. അപ്പോൾ പിന്നെ അവിടെ പോലീസുകാർ വന്ന് അയൽക്കാരൊക്കെ ഓടിക്കൂടി ബഹളങ്ങളായി. നാട്ടുകാർ വന്ന് ഇവരുടെ കുടുംബക്കാർ കുറേ പേര് വന്ന് അവന് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് അവൻ്റെ കൂടെ ഇവളെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടി കൊണ്ട് ഈ പെണ്ണ് ചാവും. അത് കാരണമാണ് പോലീസുകാർ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത്. അവിടെ പോയിട്ട് ഇവർ മറ്റൊരു പ്ലാന് തയ്യാറാക്കി. ആ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഇവളുടെ വീട്ടിലേക്ക് വരാം. കല്യാണമൊന്നും കഴിക്കണം. വീണ്ടും നാട്ടുകാരെ പറ്റിച്ച് ഈ 3 കുട്ടികളുണ്ട്, യത്തീമാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാം. അവനും എന്തെങ്കിലും ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി, വലിയ കുഴപ്പമില്ലാതെ. പക്ഷേ അപ്പോഴാണ് പൊന്നുമക്കളെ എന്നെ പലരും വിളിക്കുന്നതും ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വരുന്നതും. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സംഭവം സത്യമാണ് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി വന്നിട്ട് അങ്ങ് നല്ല നെടുനീളത്തിൽ പറയുന്നു, എൻ്റെ സഹോദരനുമായിട്ട് വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കണം, അല്ലാതെ ഈ വീട്ടിലെ മോൻ്റെ കൂടെ എന്നല്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആ മോൻ്റെ ഈ കല്യാണമൊന്നും നടത്താതെ ഇവർ വീണ്ടും രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ
അതിന് മുമ്പ് ഇവളുടെ ഉമ്മാനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. ഉമ്മാനെ കൊണ്ട് സംസാരിപ്പിച്ചതല്ല, ഉമ്മാനെ ഞാൻ കോൾ ചെയ്ത് എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പം അവരവരുടെ വിഷമങ്ങൾ അങ്ങ് പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് ആർക്കും വാദിക്കാൻ പറ്റില്ല. കാരണം ഇത് കണ്ടു നിന്ന ഒരുപാട് ആ നാട്ടുകാരുണ്ട് കേട്ടോ. ആ ഉമ്മ പറഞ്ഞത് തന്നെയാണ്. ഇതിന് ശേഷം എന്നെ ആ നാട്ടുകാർ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആ പെണ്ണ് ആ ഒരു രീതിയിൽ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് അത്തരത്തിലൊരു തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഉമ്മയ്ക്ക് തന്നെയാണെന്ന് ആ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് പിന്നെ ഒന്നിച്ച് ജീവിച്ചേ മതിയാവും. കാരണം സോഷ്യൽ മീഡിയ അറിഞ്ഞു കഴിഞ്ഞ് ഇവരൊന്നിച്ച് ജീവിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് ഇവർ വീണ്ടും നാട്ടുകാരിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്ലാന്. അതായത് വയ്യ, ഇക്കാക്ക് ഷുഗറാണ്, ഇക്കാക്ക് പൊന്തൂല താരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്കാക്ക് ജോലിക്ക് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പൈസയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടത്തി. അത് ചീറ്റിപ്പോയി. വലിയ മനുഷ്യരൊന്നും ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഇവർ വീണ്ടും അടുത്ത പ്ലാൻ ഇട്ട് പിന്നെ ഇവർ എന്താ ചാരിറ്റി പോലത്തെ സംഭവം നടത്താൻ വേണ്ടിയിട്ട് ഇവരുടെ കുടുംബക്കാർക്ക് തന്നെ വീണ്ടും ചാരിറ്റി നടത്തിയിടായി. അതാണ് വേറൊരു വിഷയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉമ്മാൻ്റെ അനിയത്തിമാർക്ക് തന്നെ ഇവർ 2 ചാരിറ്റി നടത്തി. അതും ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ അതിന് പിരിവൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ചാരിറ്റിയും കൊണ്ട് മുന്നോട്ട് പോയാലും ഒന്നും നടക്കൂല എന്ന് മനസ്സിലായിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇവർ വിചാരിച്ചത് പിന്നെ ഒന്നും കൊടുക്കാതെ ഈ പാവം പിടിച്ച സ്ത്രീകളെയൊക്കെ വീഡിയോയിൽ കാണിച്ച് പൈസ തട്ടാമെന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമേ. അപ്പോൾ ഇവർക്ക് ഉള്ളിലൊരു പേടി, ഈ ചലഞ്ച് വീഡിയോ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചലഞ്ച് വീഡിയോ അങ്ങോട്ട് നിർത്തി. പിന്നെയും വന്നിട്ട് ഇക്കാക്ക് ജോലിക്ക് പോകാൻ പറ്റൂല, ഇക്കാക്ക് മൂത്രത്തിൽ ഷുഗറാണ്, കല്ലാണ്, പൊന്തൂല താരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടത്തി നോക്കിയിട്ടും ജനങ്ങളാരും മൈൻഡ് ചെയ്യണില്ല. ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴത്തേക്കും ഇവർ പ്ലാൻ ചെയ്തതാണ് എന്തായാലും ജലദോഷവും പനിയും ചുമയും ഒക്കെ വന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചുക്കാപ്പി ഇട്ട് കുടിച്ചിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിയിട്ട് എണീക്കും. ഇവൾക്ക് ആ സമയത്തിന് തക്കതായ ഒരു അസുഖവും വന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പള്ളയിലും ആയി കേട്ടോ. അപ്പോൾ ഇതൊരു നാടകം കളിച്ച് പൈസ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നാട്ടുകാരെ പറ്റിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആശുപത്രിയിലൊക്കെ കൊണ്ട് കിടത്തി ആനേരെ തുമ്പിക്കൈ പോലെയൊക്കെ ഓക്സിജൻ കൊടുക്കുന്നതിനെയൊക്കെ മറ്റേ നെബുലൈസേഷനെ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നെബുലൈസേഷൻ തരും. നോർമലാണ്. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെബുലൈസേഷൻ എടുക്കണം. ഈ ശ്വാസം മുട്ട് പോലത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നെബുലൈസേഷൻ എടുക്കാം. അപ്പം നെബുലൈസേഷൻ എടുക്കുന്ന ആ സാധനം എടുത്ത് വെച്ചിട്ട് അയ്യോ നെഞ്ചിലേരെ അവസ്ഥ കണ്ട ഇപ്പം ചാവൂ എന്നൊക്കെ പറഞ്ഞും കണ്ട് ആളുകളടുത്ത് പറഞ്ഞു നോക്കിയിട്ടും ആരും മൈൻഡ് ചെയ്യണില്ലടേ. ഒരു മനുഷ്യൻ അങ്ങോട്ട് ആ പഴയ ആ ഒരു പിരിവ് ഇവർക്ക് അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് പ്രസവത്തിന് ആൾ വേണം, പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വേണം. ഒരാളിനെ സെറ്റാക്കണമെങ്കിൽ 40,000 രൂപ എന്തായാലും കൊടുക്കണം. അവിടെ 40,000 രൂപ ഇല്ലാതെ ഒരാളും വന്നിട്ട് ഒരാളുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് വരില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. എന്താ, പ്രസവവും നടക്കണം, കാര്യങ്ങളും നടക്കണം, ചിലവും കാര്യങ്ങളും നടക്കണം. അപ്പം അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തതാണ് അയ്യോ എന്നെ അടിച്ച്, എൻ്റെ കൈ നോക്ക്, എൻ്റെ കാല് നോക്ക്, എന്നെ നോക്ക്, എന്നെ അടിച്ച് കൊന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം മാറി നിൽക്കാനുള്ള തീരുമാനത്തിലായി. ഒരു വെടിക്ക് 2 പക്ഷിയാണേ. ഒന്ന്, പ്രസവം എടുക്കാൻ ഉമ്മയും ബാപ്പയും ഇവളുടെ അടുത്ത് എത്തും. രണ്ടാമത്തത്, നാട്ടുകാർ സഹതാപം കൂറി അയ്യോ ഒരു ഗർഭിണി പെണ്ണ് ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ സഹതാപം കൂറിക്കൊണ്ട് ഇതിൻ്റെ പിന്നാലെ വരും. ഇത് രണ്ടുമായിരുന്നു ഇവരുടെ പ്ലാൻ. അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലായി, ഇവളുടെ വീട്ടിലും ആയി. അവളുടെ ഉമ്മയും ഉപ്പയൊക്കെ പിന്നെ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവളുടെ ഉപ്പയുമായിട്ട് നല്ല ബന്ധത്തിലാണ് കേട്ടോ. അവളുടെ ഉപ്പ ഇവളെന്ത് പറഞ്ഞാലും
അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൾ ഈ ഇടയ്ക്കെങ്ങാണ്ട് പറഞ്ഞിരിക്കുന്നു, ഷാന എന്നെ നോക്കാതെ ഒന്നും ഇരിക്കില്ല വാപ്പാ, ഷാന അവിടെ വന്ന് നിൽക്കുന്നു വാപ്പാ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വാപ്പാ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇവൾ പോവും. ഇവൾ ആശുപത്രിയിലാണ്, സ്കാൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞും കൊണ്ടാണ് ഇവൾ പോണത്. യഥാർത്ഥത്തിൽ ആശുപത്രിയിലല്ല പോണത്, ഇവനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ നാട്ടുകാർക്കൊരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ ഭീമാപള്ളി പോകുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് പോലും എന്നെ അറിയാം. ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ മറ്റേ യൂട്യൂബിൽ മറ്റേ ബീൻ ഫാമിലി അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവളുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ നാടിനെ പ്രശസ്തിയാക്കിയ ഒരു വ്യക്തിയാണല്ലോ ഇവൾ. അപ്പോൾ നാട്ടിലുള്ളവർക്ക് അറിയാം ഇവളെ ഭർത്താവ് എന്ന് പറഞ്ഞ് കൂടെ ജീവിക്കുന്ന മരങ്ങോടനെയും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ പുറത്ത് പോയാൽ എല്ലാവരും കാണും, ഇവരൊന്നിച്ച് പോകുന്നത് എല്ലാവരും കാണും. ഇവൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇവൾ ലൈവ് ഇട്ടിട്ട് ഷാന എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടാ, എന്നെ അങ്ങനെ ആക്കി അവ ഇങ്ങനെ ആക്കി, നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞും കൊണ്ട് ഇവള് വീഡിയോ ചെയ്യും. അപ്പോൾ ഇവളെ അന്ന് ഉച്ചയ്ക്ക് കണ്ട ആൾക്കാരുണ്ട്, അന്ന് രാവിലെ ഇവളും അവനും കൂടി ഒന്നിച്ച് പോകുന്നത് കണ്ട ആൾക്കാരുണ്ട്. ഇവളാ ആശുപത്രിയുടെ അകത്ത് വെച്ച് പോലും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ട ആൾക്കാരുണ്ട്. അന്ന് വൈകുന്നേരവും വന്നിട്ട് ഇവള് ലൈവ് ഇടുന്ന, അയ്യോ അവൻ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടാ എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നെ വിളിച്ചിട്ട് അയ്യോ എൻ്റെ പൊന്നു പീനേ, അവൾ ഇങ്ങനെ കളവ് പറയുന്ന നോക്കിക്കാണ്, അവനും അവളും കൂടി ഹോട്ടലിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഈ ആൾക്കാർ എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളിങ്ങനെ വെറുതെ വാമൊഴി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, എനിക്കൊരു വീഡിയോ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ ഉണ്ടെല്ലാം ഈ ലാസ്റ്റത്തെ ഈ അലിഫ് ബേക്കറിയുടെ കഥ അവരെനിക്ക് വീഡിയോ അല്ല അയച്ചു തന്നത്, ലൈവായിട്ട് അവരെനിക്ക് വീഡിയോ കോളിലൂടെയാണ് കാണിച്ചു തന്നത്. വീഡിയോ കോളിലൂടെയാണ് ഈ അലിഫ് ബേക്കറിയിൽ ഈ തന്തയും മോളും കൂടി കയറിപ്പോണത് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ഇവൾ ഒറ്റയ്ക്കാണ് ഇവൻ്റെ കൂടെ പോണത്. അന്ന് ഈ തന്തേനും കൂടി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാർ എനിക്ക് വീഡിയോ കോൾ വഴിയാണ് ഞാനത് കാണുന്നത്. അപ്പോഴാണ് ഞാൻ വന്ന് ലൈവ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഉമ്മ പോലും മനസ്സിലാക്കുന്നത്, ഓ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പ്രസവം എങ്ങനെയെങ്കിലും നാട്ടുകാരെ കൊണ്ട് നടത്തിക്കുക, ഉമ്മ പ്രസവം എടുക്കുകയും ചെയ്യുക, കുട്ടിക്ക് മുടിയെടുക്കുന്ന സമയത്ത് ഇവൻ വന്ന് കൂടുക, ഇതാണ്. ഇവൾ ഈ ഒറ്റപ്പെട്ട് എന്ന് മനസ്സിലായപ്പോൾ എന്നെ അടിച്ചേ എന്നെ കൊന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ടല്ല അങ്ങ് സഹതാപം മൂത്തിട്ട് അവളെ വിളിക്കാൻ തുടങ്ങി. അതിൽ കുറേ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിലൊരു 2-3 പേര് എന്നെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഇത്രയും കുടിയനായ ഒരുത്തൻ്റെ കൊച്ചിനെ നിങ്ങളെന്തിനും പ്രസവിക്കാൻ നിൽക്കുന്നത്, വേണ്ടാന്ന് വെച്ചൂടെ, നിങ്ങൾക്ക് നിങ്ങളെ 3 മക്കളെയും കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിച്ചുകൂടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇവൾ പറയണ ഒരു കാര്യമുണ്ട്, എനിക്ക് അനീമിയ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രസവം, ഞാൻ ഈ കൊച്ചിനെ അബോർഷൻ ചെയ്താൽ ഞാൻ മരിച്ചു പോകും എന്നാണ് പറയണത്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വെച്ച് കഴിഞ്ഞാൽ ഇവളെ വിളിച്ച ഓരോ കോളിലേക്കും ഇവൾ തിരിച്ച് അടുത്ത ദിവസം ഇവൾ അങ്ങോട്ട് വിളിക്കുകയും അങ്ങോട്ട് വിളിച്ചിട്ട് ഇവളിങ്ങനെ തന്നെ പറയണത്, എനിക്ക് ആശുപത്രിയിൽ പോകാൻ എനിക്ക് പൈസ പോലും ഇല്ല, ആശുപത്രിയിൽ നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കണം, എന്തൊരു ചെയ്യുമോ എന്തോ ഇങ്ങനെ പറയുമ്പോൾ നോർമലി ഒരു മനുഷ്യത്വമുള്ള ആളുകൾ എന്ത് ചെയ്യും, പൈസ അയച്ചു കൊടുക്കും. അതിൽ ഒരു പെണ്ണ് ഇവക്ക് പൈസ അയച്ചു കൊടുത്തു. ആ പെണ്ണ് ഇന്ന് ഇവളുടെ ലൈവിൽ കയറിയിട്ട് ചോദിച്ചിരിക്കുന്നു, നിങ്ങളന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ തരാമെന്ന് പറഞ്ഞല്ലേ വാങ്ങിച്ചത്, അപ്പം എനിക്ക് തോന്നുന്നു ഇവൾ കൊടുത്തത് പൈസ തിരിച്ചവൾ തരും എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോഴും ഇവൻ ഇവളെ കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്നത്തെ ലൈവിൽ ഇന്ന് അവരൊന്നിച്ച് കാറിൽ പോകുന്നതാണ് ലൈവ് ഇട്ടേക്കണം. ഈ ലൈവിൽ ഈ പെണ്ണ് എന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നു, നിങ്ങളെനിക്ക് തരാമെന്ന് പറഞ്ഞല്ലേ പൈസ വാങ്ങിച്ചത്, എവിടെ വാങ്ങിച്ച്, ആര് വാങ്ങിച്ച്, എപ്പം വാങ്ങിച്ച്, ഉടനെ അപ്പുറം ഇരുന്നിട്ട് വാങ്ങിച്ചതിൻ്റെ തെളിവിട്. എടാ ഇത് എന്നെ മുമ്പൊന്നും നടന്നിട്ടുള്ളത്, അതായത് മുമ്പ് ഇവള് ഒരു മക്കളെ ദാരിദ്ര്യം പറഞ്ഞു മക്കൾക്ക് ഇറച്ചി തിന്നണമെന്നുള്ള പൂതി പറഞ്ഞും മറ്റുള്ള ആളുകളെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് അത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് തെളിവിട്. എടാ ഇനിയും
ഇനിയും ഇവളുടെ ദാരിദ്ര്യം കഥ കേൾക്കുമ്പം പോയി ഇവളുടെ കുട്ടുകത്തിൻ്റെ അകത്ത് പണം ഇട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഒടുവിരൽ നമസ്കാരം. കാരണം നിൻ്റെ അടുത്തൊക്കെ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത ഇമാതിരി മന്ദബുദ്ധികളുണ്ടാവുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ, അവർ രണ്ടുപേരും തമ്മിലുള്ള നാടകമാണ് അത്. ആ പിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ പണം തട്ടാനുള്ള ഒരു നാടകം മാത്രമാണ് എന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ഘോരം പ്രസംഗിക്കുമ്പോഴും അവിടെ പോയി പൈസ ഇട്ട് കൊടുത്താൽ നിന്നെയൊക്കെ പിന്നെ നടുവിരൽ നമസ്കാരം അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഇത്രയും മണ്ടരാകുമോ? മനുഷ്യരായാൽ ഇത്രയും മണ്ടരായി മാറുമോ? ഇപ്പം ചെന്നിട്ട് അവരെ ലൈവിൽ ചെന്നിട്ട് ഞാൻ പൈസ ഇട്ടുതന്നില്ലെന്ന് ചോദിച്ചാൽ വല്ല നടക്കണ കാര്യമാണ്. ഇനിയും വരും, ഇനിയും പ്രസവത്തിനോട് അടുപ്പിച്ചിട്ട്. ഇതിപ്പോൾ പ്രസവമൊക്കെ അടുക്കാറായി. പ്രസവത്തിൻ്റെ അടുത്തിട്ട് ഇവർ വീണ്ടും വന്നിട്ട് പറയും, അയ്യോ എന്നെ ഷാൻ അടിച്ചേ, എന്നെ കൊന്നേ, എന്നെ കുത്തിയേ എന്നും പറഞ്ഞും കൊണ്ട് വരും. ഈ സമയത്തും വേറൊരു കാര്യം എന്തെന്നറിയാമോ? ഇവനുമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവളുടെ മട്ടുപ്പാവിൽ ഡ്രസ്സ് ഇല്ലാതെ, ഇവളുടെ മട്ടുപ്പാവിൽ ഒരു ഷർട്ട് പോലും ഇടാതെ ഇവനെ കണ്ട ആൾക്കാരുണ്ട്. ഇവൻ ആ വീട്ടിൻ്റെ അകത്ത് ഈ പിണങ്ങി ഇവർ പിരിഞ്ഞു പോയി എന്ന് പറയുന്ന സമയത്ത് മുമ്പിൽ സ്വന്തം വാപ്പാനെ ഒരു നാടകക്കാരനായിട്ട് സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാവലിരുത്തിയിട്ട് വടക്കേ പുറത്തുകൂടി വീണ്ടും ഇവനെ വീട്ടിൻ്റെ അകത്ത് വലിച്ചു കയറ്റിയവളാണ് അവൾ. ഇത്രയും ഗഡ്സ് ഒരു സ്ത്രീക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എത്രത്തോളം പൊതു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളമാണ് ഒരു സമൂഹത്തിനെ ഇവർ കബളിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇനിയും വരും. എന്നിട്ട് ഇനിയും നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവൻ വീണ്ടും വന്നിട്ട് ഇതുപോലെ കാറിൽ കയറിയിരുന്നിട്ട് തെളിവിട് എന്ന് പറയും. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. ചപ്പും ചവറുകൾ പോലും ഇങ്ങനെ ചിന്തിക്കൂല, ഇങ്ങനെ ചെയ്യൂല. അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത കഴുതകൾ പോലും ഇങ്ങനെ ചെയ്യൂല. ഇവളെപ്പോലൊരു അലവിലാതി, ഇവളെപ്പോലൊരു താന്തോന്നി അയ്യോ എനിക്ക് ആശുപത്രി പോവാൻ പൈസ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ശരിക്കും മനുഷ്യരാണോ എന്നാണ് ഞാൻ ആലോചിക്കണത്. ചിലപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ അത് അർഹതയില്ലാത്ത ഒരുത്തിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ജോലിക്ക് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കണത്? എടാ, ആ പുള്ളിക്കാരൻ ജോലിക്ക് പോയി ജീവിക്കാൻ ശീലമില്ലാത്തൊരുത്തനാണ്. അവൻ ഇങ്ങനെ ഈ ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുള്ള ഇങ്ങനെ സ്വയം ജീവിക്കുന്ന സ്ത്രീകളെ പറ്റിച്ച് ജീവിച്ച് ശീലമുള്ള ഒരുത്തനാണ് അവൻ. അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരുത്തനും കൂടിയാണ്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിച്ച് അവൻ ജീവിക്കും. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് വഴി കുറേ ആൾക്കാർ ഇവർക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇവളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദേഹം അനങ്ങാതെ തിന്നാം. എന്നിട്ട് ആഡംബരിച്ച് ജീവിച്ചിട്ട് ഇപ്പം വന്നിട്ട് പറയും, നോക്കിക്കോ അയ്യോ എനിക്ക് ബാധ്യത കൂടിയേ, എനിക്ക് ചിലവ് കൂടിയേ, എനിക്ക് അങ്ങനെ കൂടിയേ. ഈ തലേ ദിവസം വരെ ആ സ്ത്രീയുടെ അടുത്ത് അയ്യോ എനിക്ക് പിന്നെ ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലേ എന്ന് പറഞ്ഞവർ ഇപ്പം എമ്മാതിരി ജീവിതമാണ് ജീവിക്കണമെന്ന് നോക്ക്. എടാ, ഇങ്ങനെ കബളിപ്പിക്കാൻ നിന്നു കൊടുക്കല്ലേ. എന്തോ ഒരു ശരിക്കും നിങ്ങളെയൊക്കെ എന്താണ്, നിങ്ങളെ ഉള്ളിലുള്ള നന്മയായിരിക്കും നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീയെ പോലെ അല്ലെങ്കിൽ ഇവനെ പോലുള്ള എന്തിനു കൊടുക്കുന്നു? ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല, ഒരു പുണ്യവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളെയൊക്കെ കുടുംബം വരെ തകരും. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക്. അതേ കണക്കൊരു ഷമീർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാർ എന്തോ മുഖ്യമന്ത്രിയുടെ ദണ്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. എൻ്റെ പൊന്നു ചങ്ങായി, പിന്നെ നീ അവളുടെ ചാനലിനെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞും കൊണ്ട് നീ അവളുമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞും കൊണ്ട് വന്നത്. വെറുതെ സ്വന്തം കുടുംബങ്ങളിങ്ങനെ തേത്തലടിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നു കൊടുക്കല്ലേ മക്കളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും അഭിനയം കൊണ്ട് വരും. ഇനിയും എന്നെ അടിച്ചേ, എന്നെ കുത്തിയേ, എന്നെ ചവിട്ടിയേ എന്നും പറഞ്ഞും കൊണ്ട് വരും. അപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കണേ എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.